ദേവീ ശരണം അമ്മേ, അല്പം പോലും ഇഹത്തിലാർക്കുമകജേ സാഹയ്യമേറ്റീല നിൻ സൽപേരുന്നു മുരപ്പതില്ല ചരണത്യന്താർപ്പണിഞ്ഞീല ഞാൻ. ഒപ്പം നിൽപ്പതിനാരുമില്ല നരകം തീർക്കുന്ന നാനാമയം നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ സജ്ജനങ്ങൾക്കും പുലർകാലവന്ദനം, നമസ്കാരം. ഇന്നത്തെ ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ സദസ്സിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 28ാമത്തെ അധ്യായമാണ് ഇന്നലെ മുതൽ നമ്മൾ അവലോകനം ചെയ്യാൻ തുടങ്ങിയത്. ശതാക്ഷി മഹിമകളെ അറിയാൻ ആഗ്രഹിച്ച ജനമേജയന് ആ കഥകളെ വ്യാസൻ പറയാൻ തുടങ്ങുന്നു. ദുർഗമൻ എന്ന ദൈത്യൻ കൊടും തപസ് ചെയ്ത് ദേവന്മാരുടെയും മഹർഷികളുടെയും ബ്രാഹ്മണരുടെയും ഒക്കെ ബലമായിട്ടുള്ള വേദത്തിനെ നശിപ്പിക്കണം എന്ന ചിന്തയോടുകൂടിയിട്ട് ബ്രഹ്മാവിനെ 1000 വർഷം കൊടും തപസ് ചെയ്തു. ആ തപസ്സിൽ സന്തോഷിച്ച ബ്രഹ്മാവ് പ്രത്യക്ഷമായി അവന് വരം കൊടുക്കാൻ വന്നു എന്ന ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. കണ്ണടച്ച് സമാധിസ്ഥനായിട്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്ന അവൻ്റെ മുമ്പിൽ വന്നു നിന്നതായിട്ടുള്ള ബ്രഹ്മാവ് കണ്ണു തുറക്കാൻ പറഞ്ഞു. ഹേ ദുർഗമാ, നീ എന്ത് വരമാ ആഗ്രഹിക്കുന്നത്? നിനക്കെല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ. എന്താ വരം വേണ്ടത്? ചോദിച്ചോളൂ. എന്തിനാ തപസ് ചെയ്തത് എന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ തപസ് കൊണ്ട് സന്തുഷ്ടനാണ്, വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞ ശേഷം എന്ന് പറഞ്ഞപ്പോൾ അവനിതാ തൻ്റെ തപസ്സിൽ നിന്നും ഉണർന്നു. ആദ്യം ബ്രഹ്മാവിനെ കൈകൾ കൂപ്പി നമസ്കരിച്ചു, തൊഴുതു. എന്നിട്ട് അവൻ ബ്രഹ്മാവിനോട് ചോദിക്കണു, എന്താ വരം ചോദിച്ചത് എന്നാണെങ്കിൽ, ത്രീഷു ലോകേഷു യേ മന്ത്ര ബ്രാഹ്മണേഷു സുരേഷു അഭി പൂജയിത്വാ വരം വവ്രേ വേദാൻ ദേഹി സുരേശ്വര എന്നാണ് വരം ചോദിക്കുന്നത്. ഹേ സുരേശ്വര, ഹേ ബ്രഹ്മാവേ, വേദങ്ങളെല്ലാം എനിക്ക് തരണം. 3 ലോകങ്ങളിലും ബ്രാഹ്മണരിലും ദേവന്മാരിലും എല്ലാം എന്തൊക്കെ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ അവരുടെ അടുത്തുണ്ടോ അതൊക്കെ എൻ്റെ അധീനത്തിൽ ആയിത്തീരണം. അതുപോലെ ദേവന്മാരെ പരാജയപ്പെടുത്താനുള്ള ശക്തിയും എനിക്ക് നൽകണം എന്നാണ് അവൻ വരം ചോദിച്ചത്. വേദങ്ങൾ മുഴുവൻ ഇവൻ്റെ അധീനത്തിലാവണം, ദേവന്മാരെ പരാജയപ്പെടുത്താനുള്ള ശക്തിയും വേണം. ഈ വരങ്ങളാണ് അവൻ ചോദിച്ചത്. എന്തായാലും വരം ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. കഠിനമായിട്ടുള്ള തപസ്സല്ലേ ചെയ്തിരിക്കുന്നത്. തഥാസ്തു എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവനുദ്ദേശിച്ച വരങ്ങളെ കൊടുത്തു. അങ്ങനെ ബ്രഹ്മാവ് അവന് വരം കൊടുത്ത് അവിടെ നിന്ന് അന്തർധാനം ചെയ്ത് ബ്രഹ്മലോകത്തിലേക്ക് പോയി. ബ്രഹ്മാവ് ഇപ്പോൾ ഇവന് ഈ വരം കൊടുത്തത് കാരണം കൊണ്ട് ഭൂമിയിൽ ബ്രാഹ്മണർക്ക് വേദങ്ങളൊന്നും ഓർമ്മ വരാതെ കണ്ടായി. അവർക്ക് സന്ധ്യാവന്ദനം, നിത്യഹോമം, ശ്രാദ്ധം, യജ്ഞം മുതലായിട്ടുള്ള കർമ്മങ്ങൾ, വേദാധ്യായനങ്ങൾ, വേദമന്ത്രങ്ങൾ, സൂക്തമന്ത്രങ്ങൾ മുതലായവയൊക്കെ ഉണ്ടല്ലോ. വേദത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ അനവധികളുണ്ടല്ലോ. ഇതൊന്നും അവർക്ക് ഓർമ്മ വരണില്ല, അവർക്ക് പറയാൻ കഴിയണില്ല. അന്നത്തെ കാലത്തൊക്കെ ഈ മന്ത്രങ്ങളൊക്കെ ശ്രുതി എന്നാണ് വേദത്തിന് പേര്. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. കേട്ട് പഠിച്ച് മനഃപ്പാഠമാക്കുകയാണ് പതിവ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പെരുക്കപ്പട്ടികയൊക്കെ മനഃപ്പാഠമാക്കിയല്ലേ വിൽക്കുക. അന്ന് ഈ കാൽക്കുലേറ്ററും
അതേമാതിരി മൊബൈലും ഈ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ പെരുക്കപ്പട്ടികയൊക്കെ പഠിച്ച് മനഃപ്പാഠം ചെയ്ത് വെക്കണം. എന്നാലേ കണക്കൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ കൂട്ടാനോ ഗുണിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മനഃപ്പാഠമാക്കി വയ്ക്കുക. ചോദ്യോത്തരങ്ങളൊക്കെ മനഃപ്പാഠമാക്കി വയ്ക്കുക. അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം എഴുതാൻ പറ്റണം. അതേമാതിരി ചെറിയതായിട്ടുള്ള റൈംസ്, പോയംസ് മനഃപ്പാഠമാക്കി വെക്കണം. നടുവെന്നൊക്കെ ചോദ്യങ്ങൾ വന്നാൽ എഴുതാനായിക്കൊണ്ട്. അപ്പം അങ്ങനെ അന്നത്തെ കാലത്ത് ഈ വേദമന്ത്രങ്ങളൊക്കെ ആചാര്യൻ്റെ ഗുരുവിൻ്റെ ഗുരുകുലത്തിൽ പോയി വേദാധ്യയനം ചെയ്യുന്ന സമയത്ത് ഗുരു പറയും, ഇവർ പഠിക്കും. 1, 2, 3, 4, 5 പ്രാവശ്യം പറഞ്ഞു കൊടുക്കും. അവരത് ഹൃദിസ്ഥമാക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ മനനം ചെയ്ത് അത് ഉറപ്പിക്കും. വീണ്ടും അത് ഗുരു പറയാൻ പറയും. ഗുരുവിനോട് അത് അവർ തിരിച്ചു പറയും. അങ്ങനെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കും. അങ്ങനെ തെറ്റുകളില്ലാതെ കണ്ട് അവർ അഭ്യാസം ചെയ്ത് ഈ പഠിക്കുന്ന മന്ത്രങ്ങളൊക്കെ അവരുടെ ബുദ്ധിയിൽ നിലനിൽക്കും. നമ്മളിങ്ങനെ അത് ചെറിയ ബാല്യകാലത്ത് കേട്ടോ, നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ ഇതൊന്നും ബുദ്ധിയിൽ കയറില്ല. ബാല്യകാലത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ പെട്ടെന്ന് ശക്തിയുണ്ട്. ബുദ്ധിക്ക് കാന്തം ഇരുമ്പിനെ പിടിച്ചെടുക്കുന്ന നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ വിദ്യകളൊക്കെ നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്ന് ബ്രെയിന് പിടിച്ചെടുക്കാനും അതിനെ സ്റ്റോർ ചെയ്യാനും വേണ്ട സമയത്ത് അതൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കാനും ഓർമ്മ വരാനുമൊക്കെ ബാല്യകാലത്ത് പഠിക്കുന്നത് എപ്പോഴും നമുക്ക് അത് ഉപകാരമായിരിക്കുന്നു പറയാം. അതാണ് ബാല്യകാലത്തിൽ വിദ്യ അഭ്യസിക്കുക എന്ന് പറയാനുള്ള കാരണം. ആ സമയത്ത് പഠിച്ചാലേ അതൊക്കെ ഓർമ്മയിൽ നിൽക്കുള്ളൂ, അത് നമ്മുടെ ഉള്ളിൽ ഹൃദിസ്ഥമാവുള്ളൂ, മനഃപ്പാഠമാവുള്ളൂ എന്ന കാരണം കൊണ്ടാണ്. അങ്ങനെ ഭാഗവതങ്ങളൊക്കെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു എന്നാ പറയണത്. കാരണം ഈ അച്ചടിയും പ്രിന്റും ബുക്കുകളും കാര്യങ്ങളും ഒന്നും വരാത്ത സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കേട്ട് പഠിക്കുക. മന്ത്രങ്ങളൊക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. സഹസ്രനാമങ്ങളായാലും വേദമന്ത്രങ്ങളായാലും പൂജാതി മന്ത്രങ്ങൾ, സൂക്തങ്ങൾ, ഇതൊക്കെ അങ്ങനെ കേട്ട് പഠിക്കുന്നതാണ്. അല്ലാതെ കണ്ട് ബുക്ക് വെച്ച് പഠിക്കുന്നതൊന്നുമല്ല. ഇന്നിപ്പോൾ നമുക്ക് എല്ലാ ബുക്കുകളും മേടിക്കാൻ കഴിയും. അതുമാത്രം വേണ്ട, അതൊക്കെ യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഗൂഗിളിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് മന്ത്രങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്തതുണ്ട്. അപ്പോൾ അത് കാര്യം കൊണ്ട് നമുക്ക് മനഃപ്പാഠമാക്കേണ്ട ആവശ്യമില്ല. ഒരു കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഫോണൊക്കെ പഴയ കറക്കുന്ന ഫോണൊക്കെ ആകുമ്പോൾ ഒരുപാട് നമ്പറുകൾ പലരുടെയും 100, 200, 300 നമ്പറുകളൊക്കെ പലരുടെയും ഒക്കെ നമ്മുടെ ബ്രെയിനിലുണ്ടായിരുന്നു. ഇന്നയാളെ വിളിക്കണമെന്ന് തോന്നിയാൽ അവരുടെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് വരും, കറങ്ങിക്കോളും വരില്ല. പല പ്രാവശ്യം കറക്കിയും വിളിച്ചും അത് ഹൃദിസ്ഥമായി എന്ന് പറയാം, നമ്മുടെ ബ്രെയിനിൽ അത് നിൽക്കും ചെയ്തിരുന്നതാണ്. ഇന്നിപ്പോൾ അവനവൻ്റെ നമ്പർ തന്നെ ആരെങ്കിലും നിങ്ങളുടെ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മൊബൈൽ ചെക്ക് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ എൻ്റെ നമ്പർ ഇതാന്നുള്ളത്. ഭാര്യയുടെയോ കുട്ടികളുടെയോ നമ്പർ പോലും ഓർമ്മയിൽ നിൽക്കണില്ല. 5, 6 നമ്പർ പോലും വീട്ടിലുള്ളവരുടെ നമുക്ക് ഹൃദിസ്ഥമല്ല എന്നർത്ഥം. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ വന്നതോടുകൂടി അതെല്ലാം നമ്മുടെ ഇതിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കണു. അതൊന്നും നമ്മൾ ഹൃദിസ്ഥമാക്കണില്ല, ആവശ്യം വരണില്ല. പേരിൻ്റെ 2 അക്ഷരങ്ങളോ അല്ലെങ്കിൽ നമ്മളിതുവരെ ഡയൽ ചെയ്തതോ ഒക്കെ മൊബൈലിൽ ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് അതാ മർത്തി ഇവിടെ കുത്തി അവിടെ കുത്തി നേരെ പോയി. അല്ലാതെ കണ്ടപ്പോൾ നമുക്ക് നമ്പർ ഓർമ്മ വയ്ക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. എവിടെയെങ്കിലും വിട്ടുപോയി, മൊബൈൽ കയ്യിലില്ല, എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഭാര്യയെ വിളിക്കണോ, കുട്ടികളെ വിളിക്കണോ, എന്തെങ്കിലും ചെയ്യണോ, ആരെങ്കിലും സുഹൃത്തുക്കളെ വിളിക്കണം എന്നൊക്കെ വരുന്ന വലിയ കഷ്ടമായിപ്പോൾ. കാരണം സംഗതിയൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്പർ അറിയണ്ടേ നമുക്ക് ആരുടെയും നമുക്ക് നമ്പർ അറിയില്ല, ഹൃദിസ്ഥമല്ല. വിളിക്കാനുള്ള ഉപാധികളൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്പർ അറിഞ്ഞാലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ആ നമ്പർ നമുക്കറിയില്ല, പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇപ്പം മൊബൈലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമായിത്തീരുന്ന ഒരു കാലമാണ്. അന്നങ്ങനെയല്ലല്ലോ. അപ്പം ഈ വേദമൊക്കെ ഈ ബ്രഹ്മാവ് ഇപ്പോൾ അവൻ്റെ അധീനത്തിൽ, ഈ ദുർഗമൻ്റെ അധീനത്തിലാക്കിയത് കൊണ്ട്